ഹലോ ഹായ് ഡിയേഴ്സ്. അപ്പം എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇവിടെ ആകെ എന്താ പറയുക അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പം വിഷുവൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമ്മൾ വിഷു, ഓണം, കർക്കിടകം അതിനൊക്കെ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കാറുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ പണിയൊക്കെ തുടങ്ങിയോ? പിന്നെന്താ പറയുക, നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ തുടങ്ങുന്നത് കിച്ചണിലാണ് കേട്ടോ. കിച്ചണിൽ ഷെൽഫുകൾ, പിന്നെ അടിയിലത്തെ ഷെൽഫുകൾ, സ്റ്റോർ റൂം, ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ചോറും കറിയൊക്കെ ആയിട്ട് ജനവാതിലും വാതിലുകളും ഫാന്, ലൈറ്റ്, ഡോറൊക്കെ തുടയ്ക്കേണ്ട. അപ്പോൾ ഞാൻ ആദ്യം ചോറ് വെന്തപ്പോൾ അമ്മ അവിടെ കറി വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ഈ പണികളൊക്കെ വേഗം തീർക്കാമെന്ന് കരുതി. ആകെ മിസ്സായിട്ട് കിടക്കുകയാണ്. അപ്പം മോനാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അതിൻ്റെ എല്ലാ അപാകതകളും ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ കുറേ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെടുക്കുമ്പോൾ ഒരു മടിയൊക്കെ തോന്നും ആദ്യം, ഇതൊക്കെ എടുക്കണ്ടേന്ന്. അപ്പോൾ നമ്മൾ പണ്ട് അമ്മ പറയാറുണ്ട്, കണ്ണേ പേടിക്കുള്ളൂ കൈ പേടിക്കൂലെന്ന്. അതുപോലെ തന്നെ കൈ പിടിക്കാതെ എടുത്തുകൊണ്ട് നമ്മൾ പണിയൊക്കെ 1 മണീൻ്റെ മുന്നേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫ്രിഡ്ജ് തുടയ്ക്കാനേ ഉള്ളൂ. നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ഷെൽഫുകളും കിച്ചണിലെ ഷെൽഫുകളും സ്റ്റോർ റൂമും പിന്നെ താഴത്തതും ഒക്കെ നന്നാക്കി കഴിഞ്ഞു. പിന്നെ അമ്മ വന്നപ്പം ജനവാതിലും വാതിലും ഫാനും ലൈറ്റും ഡോറൊക്കെ തുടച്ചു. പിന്നെ മോൾക്ക് ഞാൻ ഫ്രിഡ്ജ് തുടയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലുള്ള ജനവാതിലും വാതിലൊക്കെ അവൾ തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം. ഈ ഗ്ലാസ്സുകളൊക്കെ അവൾ കഴുകി തന്നു കേട്ടോ. അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫ്രിഡ്ജിനിപ്പോൾ ഈ എഡിറ്റിങ് കഴിഞ്ഞിട്ട് വേണം ഫ്രിഡ്ജ് തുടയ്ക്കാൻ പോകാൻ. പിന്നെ മുകളിൽ ഇപ്പോൾ അവൾ തുടയ്ക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പിള്ളേരെ കൊണ്ട് നമ്മൾ എടുപ്പിക്കണമല്ലോ. പറഞ്ഞാലൊക്കെ എടുത്തോളൂ കേട്ടോ, അല്ലാതെ കണ്ടറിഞ്ഞ് ചെയ്യണ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതിൽ സ്പൂണൊക്കെയാണ് ഞാൻ വെക്കുന്നത്. സ്പൂണ്, കോരികൾ, നമ്മളെടുക്കാത്ത ഒരുപാട് പാത്രങ്ങളുണ്ട്. ഞാൻ കുറേ ചോദിക്കാം അമ്മേൻ്റെ അടുത്ത്, അമ്മ ഈ കുറേ സാസ്ത്രകളുണ്ട്, കുപ്പിക്കോപ്പയുടെ നമ്മുടെ ഈ ചായ കുടിക്കുന്ന ചെറിയ ചെറിയ ഗ്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെ സാസ്ത്രകളൊക്കെ ഒഴിവാക്കട്ടെ വെച്ചപ്പോൾ അതൊക്കെ വേണ്ട, അവിടെ വന്നോട്ടെ എന്ന് പറയും. പിന്നെ അങ്ങനെ അത് സാധനം കുമിഞ്ഞ് കൂടില്ല ഇവിടെ. ഒരു ലോഡ് സാധനങ്ങളുണ്ട് ഇവിടെ വൃത്തിയാക്കുമ്പോൾ. പിന്നെ നമുക്കിപ്പോൾ ഇതൊരു കൈകൊട്ടിക്കളി എന്നൊക്കെ പറയുന്നത് പോലെയൊക്കെ ആയിപ്പോയി. എടുത്ത് നമുക്ക് ഓർഡറായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമായി, നല്ല ചൂടൊക്കെ അല്ലേ. അപ്പോൾ പണി കഴിയാൻ നേരത്ത് മക്കളെ കൊണ്ട് മോരും വെള്ളം വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. മധുരമുള്ള വെള്ളത്തിനെക്കാട്ടി നല്ല മോരും വെള്ളം ഉപ്പിട്ടിട്ടുള്ള ഈ എല്ലാം പച്ചമുളകൊക്കെ ഇട്ട് അടിച്ച് മിക്സായിട്ട് വരുന്ന സംഭവം ഉണ്ടല്ലോ, അത് കുടിച്ചപ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് രാവിലെ എൻ്റെ പണികൾ കഴിഞ്ഞിട്ട് കുളിക്കാറുണ്ടെന്ന് ഞാൻ കുളിച്ചിട്ടില്ല. ഈ പണികളൊക്കെ ഉള്ള കാരണം കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് കരുതി. പിന്നെ അവൻ്റേതായിട്ടുള്ള പരിപാടികൾ അവിടെ എടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ നിങ്ങളൊക്കെ പരിപാടികളൊക്കെ തുടങ്ങിയോ? പിന്നെ നമുക്കിവിടെ അടുത്ത് ഉത്സവമുണ്ട്, മോങ്ങത്ത് കാവിൽ. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടും ഇവിടെ പണികൾ വേഗം തീരണം. അപ്പോൾ 2 ഫ്രിഡ്ജ് കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഒന്ന് പഴയതാണ്, അതിൽ അമ്മ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുതിയ ഫ്രിഡ്ജ് ഇപ്പം തുടച്ചാണ്, എന്നാലും നമുക്ക് തുടയ്ക്കണം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട് കേട്ടോ, ചെറുമാ. പിന്നെ നമ്മൾ കുപ്പികളൊന്നും അങ്ങനെ കഴുകാറില്ല. എന്താ വെച്ചാൽ മൊത്തത്തിലിങ്ങനെ എടുത്ത് വെച്ചിട്ട് കഴുകേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ നമ്മൾ ഒഴിയുന്ന പാത്രങ്ങൾ പരിപാടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സമയത്ത് തന്നെ കഴുകി വെക്കും. അതുകൊണ്ട് കുപ്പികൾ കഴുകേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാവാറില്ല കേട്ടോ. അതിപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കൂ. നമ്മൾ പിന്നെ ഓണം വിഷുവൊക്കെ ആകുമ്പോൾ കഴുകാമെന്ന് വെക്കാതെ ഒഴിയുന്ന പാത്രങ്ങൾ ആ സമയത്ത് തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് കുപ്പികളൊന്നും കഴുകേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഞാനത് അവിടത്തൊക്കെ കഴിഞ്ഞു. ഇനി സ്റ്റോർ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ ആ ചൂല് കണ്ടിട്ടായിരിക്കും ഇപ്പോഴും ഇങ്ങനത്തെ ഒക്കെ അടിക്കുമെന്ന്. എനിക്കതാണ് ഇഷ്ടം കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ചൂലുകളൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിൽ പെട്ടെന്ന് തൊഴിഞ്ഞു പോവും, ഇങ്ങനെ ഇതായി പോവും. ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് നമുക്കത് കെട്ടി വെക്കാം നല്ല സ്ട്രോങ് ആയിട്ട്. എനിക്ക് നല്ല വൃത്തിയായിട്ട് തോന്നുന്നതും അടിച്ച് വരി കഴിഞ്ഞാൽ വൃത്തിയായി തോന്നുന്നതൊക്കെ ഈ ചൂലാണ് കേട്ടോ. നമുക്കിവിടെ പട്ട കിട്ടുന്നുണ്ട്. പിന്നെ വെറുതെ എന്തിനാ പൈസ കൊടുത്ത് മേടിക്കണമെന്ന് തോന്നും. അമ്മ പറയും കേട്ടോ, നമുക്ക് മേടിക്കുക, ഞാൻ വേണ്ടാന്ന് പറയലാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, അമ്മ വന്നപ്പോൾ നമ്മൾ തുടയ്ക്കുന്നുണ്ട്. ലാഡർ വെച്ചിട്ടാണ് ഞാൻ കയറണം, അല്ലാതെ നമുക്ക് എത്തൂല മുകളിലേക്കൊക്കെ. അപ്പോൾ ലാഡർ ഉള്ളത് കാരണം നല്ല സുഖമാണ് കേട്ടോ, നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളും ക്ലീനിങ്ങിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോസ് ഷോർട്സ് കാണാറുണ്ട്, പക്ഷേ ലോങ് വീഡിയോസ് ആരും കാണാറില്ല. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, നിങ്ങൾ ലോങ് വീഡിയോസ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ വരുത്താമെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അങ്ങനെ പിഴിഞ്ഞ് തരും, ഞാൻ അതിനനുസരിച്ച് തുടയ്ക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് പണിയില്ല. അത് നമ്മൾ ഒരാളെന്നെ ഇതിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പണിയാണ്. അപ്പം
നമ്മൾ ഇതാ കഴിയാറായിട്ടുണ്ട് പണികൾ. ഇപ്പോൾ വിഷുവിനെ വരവേൽക്കാനായിട്ടുണ്ട്. എനിക്ക് വിഷു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കണിയൊക്കെ വെക്കാമെന്ന് പറഞ്ഞാൽ ഒരു ആഘോഷം പോലെ. എനിക്ക് കണ്ണന് ഞാൻ തന്നെ മാല വാങ്ങിക്കുകയാണെങ്കിൽ ഞാനൊന്ന് തുളസിയും തെച്ചിയൊക്കെ വെച്ചിട്ട് കെട്ടു കേട്ടോ. എൻ്റെ അമ്മ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കണ്ട് വളർന്നുകൊണ്ടായിരിക്കാം അമ്മ എപ്പോഴും ചെയ്യാറുണ്ട്. അമ്പലങ്ങളിലേക്കൊക്കെ അമ്മ മാല കെട്ടി കൊടുക്കും, നമ്മുടെ കാവിലേക്കൊക്കെ. അപ്പോൾ അത് കണ്ട് വളർന്ന കാരണം അതിനോടൊരു വാസന കൂടുതലാണ്. പിന്നെ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സാധനങ്ങൾ ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. കണി വയ്ക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ.